ശബരിമല കൊള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസലിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ജാമ്യം തരണം, സാധ്യമല്ല, ജയിലിൽ കിടക്കാൻ പറഞ്ഞു. അദ്ദേഹവും ജയിലിലാണ്. പിന്നീട് വിജയകുമാർ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് നേതാവും ദേവസ്വം ബോർഡ് മെമ്പറും അകത്താണ്. ഏറ്റവും അവസാനം കോട്ടയത്തെ SP-യുടെ പിതാവ്, അതുപോലെ തന്നെ ശങ്കർദാസ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്ന് കോടതി പറഞ്ഞു. പെട്ടെന്ന് രോഗമായി ആശുപത്രിയിലായി. അദ്ദേഹത്തിന്റെ രോഗാഭിനയം ഹൈക്കോടതിക്ക് ബോധ്യമായി. കോടതി ആശുപത്രിയിൽ ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞു. ഇവരൊക്കെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളവരെ എല്ലാം വിടാം. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, അതുപോലെ സുഭാഷ് ബാബു, അതുപോലെ ബൈജു അടക്കം 11, 12, 13 പ്രതികളായി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അതിശക്തമായ മുന്നേറ്റം നടത്തി. ആ മുന്നേറ്റത്തിന്റെ കാരണം ശബരിമലയാണെന്ന് പിണറായി വിജയൻ അറിയാം, ഇടതുപക്ഷ മുന്നണിക്ക് അറിയാം, ഗോവിന്ദൻ അറിയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ആളുകളെ ചോദ്യം ചെയ്യാൻ, കസ്റ്റഡിയിലെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ വിലങ്ങായി നിന്നത് SIT-യോട് അത് പാടില്ലെന്ന് പറഞ്ഞത് കേരള ഗവൺമെന്റാണ്, മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് SIT-ക്ക് സ്വതന്ത്രമായി, സുതാര്യമായി, നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ പിണറായി വിജയൻ അനുവദിക്കുന്നില്ല.